നീ എന്താ ഇത്ര വൈകിയത്? മോളുറങ്ങിയോ? അതിന് കുഞ്ഞിവിടെ ഇല്ലല്ലോ. അവൾ ഇങ്ങോട്ട് വരേണ്ടാണല്ലോ. വരേണ്ടതാണ്, പക്ഷെ വന്നില്ല. സ്കൂളിൽ നിന്ന് അവര് വിളിച്ചോണ്ടുപോയി. നിയമലംഘനം നടത്താൻ അവർക്ക് ആരവകാശം കൊടുത്തു എന്നാണ് എന്റെ ചോദ്യം. ഇതെല്ലാം ആ കിളവിയുടെ തന്ത്രങ്ങളാണ്. അച്ഛനെയും അച്ഛന്റെ വീട്ടുകാരെയും കുട്ടിയിൽ നിന്നും അകറ്റാനുള്ള മനഃപൂർവ്വ ശ്രമങ്ങളാണ്. നീ വന്നിട്ട് തീരുമാനിക്കട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത്. പറ, ഇതിങ്ങനെ വിട്ടാ പറ്റുമോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? ഈ രാത്രി ഞാൻ അവിടെ ചെന്നത് വെള്ളം വയ്ക്കണോ? എന്നല്ല, തോറ്റു കൊടുക്കരുതെന്നാ ഞാൻ പറയുന്നത്. കേസ് നടത്തി പാപ്പരായ ചരിത്രവും ചെറുകുന്നത്ത് കുടുംബക്കാർക്കുണ്ട്. സുപ്രീം കോടതി വരെ പോയാൽ ഞാൻ ആ തള്ള ഏട്ടനൊന്നും മിണ്ടാതിരിക്കാമോ? വേറെ എങ്ങോട്ടും അല്ലാതെ പോയത് അതിന്റെ അമ്മയുടെ അടുത്തോട്ടല്ലേ? അതെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ലെന്നാണോ? നീ അത് പറയാനോടാ? നിനക്ക് 5 വയസ്സുള്ളപ്പോഴേ അച്ഛന്റെ മൂക്കിപ്പൊടി എടുത്ത് വലിച്ച് തല കറങ്ങി ചേമ്പന്നാള് പോലെ വേണ്ട എന്റെ ഈ കയ്യിലാണ് കിടന്നത്. എവനെ ഞാനും കൂടെ നിന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയത്. അതും കല്യാണം പോലും കഴിക്കാതെ. നീ അതൊക്കെ അങ്ങ് മറന്നു. കണ്ടോ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് പോലും അവനില്ല. എന്ത് ചെയ്യാൻ, എല്ലാം സഹിക്കുക തന്നെ.